പുരോഗമന നിലപാടുകളുടെ പേരിലും ലളിത ജീവിതത്തിന്റെ പേരിലും ലോകശ്രദ്ധ നേടിയ നേതാവാണ് ഹോസെ മുഹിക്ക എന്ന ഉറുഗ്വേക്കാരുടെ പ്രിയപ്പെട്ട പെപ്പെ. ലോകത്തെ ഏറ്റവും ദരിദ്രനായ പ്രസിഡന്റ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നതെങ്കിലും മുഹിക്ക തന്നെ ആ വിശേഷണത്തെ തിരുത്തുന്നുണ്ട്. ഞാൻ ദരിദ്രനായ പ്രസിഡന്റ് അല്ല, ആവശ്യങ്ങൾ ഒരുപാടുള്ളവരാണ് ദരിദ്രർ. ഞാൻ ശാന്തനായ പ്രസിഡന്റാണ്. പ്രസിഡന്റാകുന്നതിന് മുൻപ് എങ്ങനെ ജീവിച്ചോ അങ്ങനെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് എന്നായിരുന്നു വിശേഷണെ സംബന്ധിച്ച മുഹിക്കയുടെ വാക്കുകൾ. 2010 ഹോസെ മുഹിക്ക ഉറുഗ്വേയുടെ പ്രസിഡന്റായി അധികാരമേൽക്കുന്നത്. 5 വർഷക്കാലം പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച മുഹിക്ക ഗർഭചിത്രവും സ്വർഗ്ഗവിവാഹവും അനുവദിക്കുന്നതുൾപ്പെടെ നിരവധി പുരോഗമന നിലപാടുകൾ സ്വീകരിച്ചു. പ്രസിഡന്റായിരിക്കെ ഔദ്യോഗിക വസതിയിൽ തങ്ങാതെ തലസ്ഥാനമായ മോണ്ടെവീഡിയോയുടെ പരിസരത്തുള്ള ചെറിയ വീട്ടിലാണ് താമസിച്ചത്. പഴയ കാറിൽ സഞ്ചരിക്കുകയും സാധാരണക്കാരെ പോലെ വസ്ത്രം ധരിക്കുകയും ചെറിയ ഭക്ഷണശാലകളിൽ നിന്ന് ആഹാരം കഴിക്കുകയും ചെയ്യുന്ന പ്രസിഡന്റ് ഉറുഗ്വേക്കാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. ക്യൂബൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പുഷ്പകൃഷിക്കാരനായിരുന്ന മുഹിക്ക ഉറുഗ്വേയുടെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് കടന്നു വരുന്നത്. 1960കളിലും 70കളിലും രാജ്യത്ത് സായുധ സമരം ആരംഭിച്ച സുബാമാരോസ് നാഷണൽ ലിബറേഷൻ മൂവ്മെന്റ് എന്ന മാർക്സിസ്റ്റ് സംഘടന സ്ഥാപിച്ച പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. 1973 പട്ടാള അട്ടിമറിയെ തുടർന്ന് തടവിലാക്കപ്പെട്ട മുഹിക്ക 1985 ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോഴാണ് മോചിതനായത്. തുടർന്ന് 1989 മുഹിക്കയുടെ നേതൃത്വത്തിൽ മൂവ്മെന്റ് ഓഫ് പോപ്പുലേഷൻ പാർട്ടിസിപ്പേഷൻ എന്ന സംഘടന സ്ഥാപിതമാവുകയും ചെയ്തു. ഉറുഗ്വേക്കാരുടെ പ്രിയപ്പെട്ട പെപ്പെ വിടവാങ്ങിയെങ്കിലും അദ്ദേഹം പുലർത്തിയ രാഷ്ട്രീയ ബോധ്യവും ജീവിത രീതിയും വരും തലമുറയെയും പ്രചോദിപ്പിക്കും.